അനാലിസിസ് ആണ്. സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്ത് വന്നു. ഇപ്പം MSS കിട്ടിയെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഇവിടെ നിന്നൊരു സെല്ലിംഗ് വന്നു, ഇവിടെ വന്നു, ലിക്വിഡിറ്റി ഫുള്ള് കളക്ട് ചെയ്തു, തിരിച്ച് ഡൗൺ സൈഡ് വരുന്നു, താഴത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്നു, ഇത് ലിക്വിഡിറ്റി ഇതിൻ്റെ എക്സ്ചേഞ്ച് ലിക്വിഡിറ്റി ഇത് കളക്ട് ചെയ്യുന്നു, ഇത് റിട്ടേൺ പോകുന്നു എന്നാണ് എക്സ്പെക്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 5 മിനിറ്റിൽ MSS കിട്ടി, റീടെസ്റ്റ് വന്നു, തിരിച്ച് ഈ ക്യാനിൽ സെല്ലെടുത്തു. അതായത് റീകൺസ്ട്രക്ഷൻ വന്നു, താഴേക്ക് വന്നു, ഇവിടുത്തെ ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അപ്സൈഡിലേക്ക് വലിയ ഇപ്പം എൻട്രി പ്രൈസിൻ്റെ അടുത്ത് കിടന്ന് കറങ്ങുവാണ്. കുറച്ച് പ്രോബ്ലം SL ആവാനാണ് സാധ്യത. ഓക്കെ, അതിന് വെയിറ്റ് ചെയ്യാം. നോക്കാം. SL അല്ലെങ്കിൽ 1:3 ടാർഗറ്റ് ഇതാണ് നമ്മുടെ പോളിസി. നോർമൽ SL എന്ന് പറയുന്നത് $500 ആണ്. അപ്പോൾ അത് തന്നെ SL ആയിട്ട് വെക്കാം. അപ്പോൾ മാത്തമാറ്റിക്കലി കറക്റ്റ് ആവും. ട്രെയിൽ ചെയ്ത് അടുപ്പിക്കുന്ന പരിപാടിയൊന്നും വേണ്ട. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1:50 ആണ്. ഓക്കെ, നടന്നില്ല എന്നല്ലേ ഉള്ളൂ. ചിലപ്പോൾ ഇതിൻ്റെ ഹൈകൾ എടുത്ത് കഴിച്ചേക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നമ്മൾ ഹോപ്പൊരു സ്ട്രാറ്റജി അല്ല, ഹോപ്പൊരു സ്ട്രാറ്റജി ആയിട്ട് പറയുന്നില്ല, പക്ഷേ ആ പാറ്റേൺ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ജസ്റ്റ് ഈ ഹൈകൾ എടുക്കും, അങ്ങനെ കുഴിച്ചിടും, ഒരു പറ്റും. ബാക്കി എല്ലാം ഇറക്കിയിട്ടുണ്ട്, എല്ലാം കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകും. വാട്ട് എവർ ഇറ്റ് ഈസ്. എന്നാലും എൻ്റെ മാക്സിമം ക്ലിയറാണ്. $500. പ്രോഫിറ്റ് ഞാൻ എയിം ചെയ്യുന്നത് $1500. 1:50. ഓക്കെ, എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഈ ഹൈ ക്ലിയർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ 4 ഹവറിൻ്റെ ഡിമാൻഡ് സോൺ എടുത്തതിന് ശേഷം മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ എന്ന സ്ട്രക്ചറായി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ചെയ്ത് കണ്ടിന്യൂഷൻ ആണെന്ന് പറയുന്നത് ബ്രേക്കൗട്ടാണ്. കണ്ടിന്യൂഷൻ ആവാനാണ് സാധ്യത. വെയിറ്റ് ചെയ്യാം. അടിക്കുന്നത് ഓക്കെ, നമ്മുടെ SL ആയിട്ടുണ്ട്. എക്സാക്റ്റ് നമ്മുടെ SL അടിച്ചിട്ടുണ്ട്. നോ ബ്രീച്ച് ഇത്രേ ഉള്ളൂ.